എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന മെയ് 18 നടന്ന അറ്റൻഡർ ഗ്രേഡ് 2 പരീക്ഷയുടെ മെയിൻസ് എക്സാമിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളോടും ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനി വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ്, അതായത് ബെബ്കോ, LDC, കമ്പനി ബോർഡ്, LGS തുടങ്ങിയ പരീക്ഷകൾക്ക് നമുക്ക് പഠിക്കാവുന്ന ഒരു ചോദ്യപേപ്പർ തന്നെയാണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിനും വളരെയധികം നോക്കാവുന്ന ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും മാത്സ് ആയാലും മറ്റു GK പോർഷൻസ് ആയാലും അങ്ങനെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് ധാരാളം പ്രസ്താവന ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം: മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ എ, സംക്ഷേപ വേദാർത്ഥം. നമുക്കറിയാം, ധാരാളം പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ചൗരി ചൗര. അടുത്ത ചോദ്യം: 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സർ സി ശങ്കരൻ നായർ. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. INC-യുടെ വിവിധ സമ്മേളനങ്ങളും അവയുടെ അധ്യക്ഷന്മാരും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ്. ഇതുപോലുള്ള 10th ലെവൽ പ്രിലിംസിന് ഡയറക്റ്റ് ചോദ്യങ്ങളായിട്ട് വരാവുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം: 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉസ്മാൻ ഡെംബലെ. ഒരു കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഷാമൽ. അടുത്ത ചോദ്യം: ആറാമത്തെ ചോദ്യം: പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്രിപ്സ് മിഷൻ. നമുക്കിതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം: ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം? നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ എ ആണ്, തിര ആവൃത്തി. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അതായത് 1, 2, 3 ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ, വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1 എന്നുള്ള പ്രസ്താവന തെറ്റാണ്. മറ്റ് 2 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം: 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചിറ്റൂർ. 11ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം? ഇതെല്ലാം നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് അറിയാവുന്നത് പെട്ടെന്ന് തന്നെ ശരിയാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. നമുക്കിതിൽ ഏറ്റവും അറിയാവുന്ന ഒരു ചോദ്യമാണ് കബനി നദി കാവേരി നദിയുടെ പോഷക നദിയാണ്. ഇതിൽ നിന്ന് ശരിയായ ചോദ്യം എന്ന് പറയുന്നത് 4 എന്നുള്ളത് ആകെ ഒരു ഓപ്ഷനിലും മാത്രമേ ഉള്ളൂ, അതായത് ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഭാഗമായി പഠിക്കുന്ന ഒരു കാര്യമാണ് കടമെടുത്ത ആശയങ്ങൾ. അപ്പോൾ അതിൽ നിന്നും ഉത്തരം ഓപ്ഷൻ എ എന്ന് നിഷ്പ്രയാസം എത്താൻ സാധിക്കും. ഉത്തരം ഓപ്ഷൻ എ, റഷ്യ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല? ഉത്തരം ഓപ്ഷൻ ബി, പ്രാഥമിക മേഖല. ഇത് നമ്മുടെ എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഈ പരീക്ഷകൾക്ക് നിർബന്ധമായും വരുന്നതാണ്, വെയിറ്റേജ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി പഠിക്കേണ്ടതാണ്. ഇനിയുള്ള പരീക്ഷകളിലും ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാവുന്നതാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ സാമ്പത്തിക വികസനത്തിന്റെ അളവുകോൽ ഏത്?
ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം ആണ് സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാത്ത നികുതി ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് തൊഴിൽ നികുതിയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാതെ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന തൊഴിൽ നികുതിയാണ് ഇതിൻ്റെ ആൻസർ. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ചോദനം അതിൻ്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഇതധികം നമ്മൾ കാണാത്ത ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ JB സെൻ. അടുത്ത ചോദ്യം, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ, മിശ്രം രണ്ടും ചേർന്നത്, അതായത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്നത്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെ? നമുക്കറിയാം, ഇപ്പോൾ സ്ഥിരമായി എല്ലാ പരീക്ഷകളിലും ഹരിത വിപ്ലവത്തിന്റെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഹരിത വിപ്ലവം എന്ന ടോപ്പിക്ക് എല്ലാവരും ഹോട്ട് ടോപ്പിക്സ് പോലെ പഠിക്കേണ്ടതാണ്. ഇനിയുള്ള പരീക്ഷകളിലും ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ തന്നെയാണ് ഈ 3 കാര്യങ്ങളും. അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ് 58 ആണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ സി ആണ്, പെടാത്തത്. അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് നമുക്കറിയാം പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാര്? അത് ഓപ്ഷൻ ഡി ആണ്. ഇവരാരുമല്ല, നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത്. അത് ഓപ്ഷനിലില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ഡി, ഇവരാരുമല്ല. അടുത്ത ചോദ്യം ഒരു ചേരുംപടി ചേർക്കുന്ന ഒരു ചോദ്യമാണ്. സ്ഥിരമായിട്ട് ഭരണഘടന എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ ഭേദഗതികൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചേരുംപടി ചേർക്കലാണ് ചോദ്യം. അതിലെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. കാരണം 91-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 3, അതായത് മന്ത്രിമാരുടെ എണ്ണം ലോകസഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. ഇത് തന്നെയാണ് നമ്മുടെ നിയമസഭാ അംഗങ്ങളുടെ കാര്യത്തിലും. ഇന്ന് നമ്മൾ നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം നടന്നിരിക്കുകയാണ്. 140 നിയമസഭാ അംഗങ്ങളിൽ നിന്നും 15% എന്ന രീതിയിൽ 21 മന്ത്രിസഭാ അംഗങ്ങളാണ് ഇന്ന് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. അതേ ഇത് തന്നെയാണ് നമ്മുടെ ലോകസഭയുടെ കാര്യത്തിലും അതേ പ്രൊപ്പോർഷൻ തന്നെയാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് 23ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഈ ചോദ്യത്തിൽ ഒരു ചെറിയ തെറ്റു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വരുന്നത് വരെ നോക്കാം. ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി എന്നുള്ളതാണ് ഇതിൽ തന്നിരിക്കുന്ന 4ാമത്തെ ഓപ്ഷൻ. പക്ഷെ നമുക്കറിയാം ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. രാജ്യസഭയുടെ കാലാവധിയാണ് 6 വർഷം. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവയിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ അജിത് ധോവൽ. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. അടുത്ത ചോദ്യം, കാലക്രമത്തിൽ എഴുതുക. ഇന്ത്യയിലെ രാഷ്ട്രപതിമാരുടെ കാലക്രമം എഴുതുക. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. രാജേന്ദ്ര പ്രസാദ്, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ ആൻഡ് വി ഗിരി. അതാണ് അതിൻ്റെ ഓർഡർ. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനുള്ള ചോദ്യമാണ്. അത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യം. അടുത്ത ചോദ്യം നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ അറിയാം. രാജ്യസഭ, ഹൗസ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ 3A വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നോക്കി തന്നെ നമുക്ക് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ? ഇതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2 എന്നിവ മാത്രം തെറ്റാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവ മാത്രം തെറ്റാണ്. അടുത്ത ചോദ്യം, വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഉത്തരം ഓപ്ഷൻ എ. 1, 3 എന്നിവ മാത്രം ശരിയാണ്. 2 തെറ്റാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 മാത്രം ശരിയാണ്. അതായത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൻ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ദീപ്തി. അത് മാത്രമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഉത്തരം ഓപ്ഷൻ സി. 1, 3 എന്നിവ മാത്രം ശരിയാണ്. നമുക്കറിയാം, രണ്ടാമത്തത് സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് തെറ്റാണ്. ഇപ്പോൾ ഈ അടുത്ത് റീസെൻ്റായി നടന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തേത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഒന്നാമത്തത് ശരിയുമാണ്. 243 വകുപ്പാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ 1, 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2 എന്നിവ മാത്രം ശരിയാണ്. അതായത് മൂന്നാമത്തേതാണ് തെറ്റ്. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, പഴയീച്ച എന്നറിയപ്പെടുന്നത് ഏത്? ഇത് സയൻസ് വിഭാഗത്തിൽ നിന്നും വന്ന ചോദ്യങ്ങളാണ്. ഡ്രോസോഫില. ഇതെല്ലാം പ്രീവിയസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. കൂടുതലും നോക്കാം. അടുത്ത ചോദ്യം 35. അതുകൊണ്ട് പഴയീച്ച എന്ന് പറയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഡ്രോസോഫില. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്. വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം 36. ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ശിശുദിനമായി ആചരിക്കുന്ന നവംബർ 14 ലോക ഡയബറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ സി. അടുത്ത ചോദ്യം, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി? ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. റെയ്ല ഒഡിങ്ങയാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം? ഇത് ക്വസ്റ്റ്യൻ പൂർണ്ണമല്ല. ലോകകപ്പ് ഫുട്ബോളാണോ ക്രിക്കറ്റാണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 40. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം? ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം. അടുത്ത ചോദ്യം 41. കോശം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്. അടുത്ത ചോദ്യം ഒരു പ്രസ്താവനയ ചോദ്യമാണ്. ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 42ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി. 2ഉം 4ഉം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതൊരു പാമ്പൻ പാലത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അതിൽ ഉത്തരം ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഇന്ത്യ. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്.
കൃത്യമായി കറണ്ട് അഫയേഴ്സ്, നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസൊക്കെ കൃത്യമായി പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം 45. ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് 840 കിലോ ജൂൾ ആണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി 200 കിലോ കലോറി. അടുത്ത ചോദ്യം 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി -5 ഡയോപ്റ്റർ. അടുത്ത ചോദ്യം കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ എ സിങ്ക്. കൃത്യമായിട്ട് അയിരുകൾ, ലോഹത്തിൻ്റെ അയിരുകൾ എന്ന് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കൃത്യമായി പഠിക്കുക. അതിൽ നിന്ന് കറക്റ്റായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം ലോക കാലാവസ്ഥാ ദിനം. ഇതൊക്കെ പ്രീവൈക്ക് ചോദ്യങ്ങളാണ്. നമുക്കറിയാം. ഉത്തരം ഓപ്ഷൻ ബി മാർച്ച് 23. അടുത്ത ചോദ്യം ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി? ഉത്തരം ഓപ്ഷൻ സി ആണ് 23 ഓഗസ്റ്റ് 2023. ഇതെല്ലാം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം STPയിൽ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം? ഉത്തരം ഓപ്ഷൻ സി 22.4 ലിറ്റർ. അടുത്ത ചോദ്യം കപട സംക്രമണ മൂലകം? ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക്. അടുത്ത ചോദ്യം അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത ചോദ്യം ശബരിമല ക്ഷേത്രം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട. അടുത്ത ചോദ്യം 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. തന്തപ്പേര് എന്ന ചിത്രത്തിനാണ് മികച്ച ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം മച്ചാട്ടിളയത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് തിരുവാതിരപ്പാട്ട്. അടുത്ത ചോദ്യം 56ാമത്തെ ചോദ്യം ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ. 57ാമത്തെ ചോദ്യം ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ഉത്തരം ഓപ്ഷൻ എ ആണ്. ചവിട്ട് നാടകം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് ഇത് നേടിയതാണ് ചിന്നത്തമ്പി അണ്ണാവി. അടുത്ത ചോദ്യം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഉത്തരം ഓപ്ഷൻ ഡി CK ലക്ഷ്മൺ. അടുത്ത ചോദ്യം സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. IT ആക്ട് 2000 അമെൻഡഡ് ഓൺ 2008. അടുത്ത ഇതെല്ലാം കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആരാണ് WWW കണ്ടുപിടിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ടിം ബെർണേഴ്സ്ലി. നമുക്കറിയാം 5 മാർക്കാണ് IT-യിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ചെറിയ ടോപ്പിക്കുകളാണ്. അത് കൃത്യമായി പഠിച്ചാൽ അതിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം 61 ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിലുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ബി പാൻ. അടുത്ത ചോദ്യം 1 കിലോബൈറ്റ് ഈക്വൽ ടു 1024 ബൈറ്റ്സ്? ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 63 താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് മോസില്ല ഫയർഫോക്സ്. 64ാമത്തെ ചോദ്യം 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏത് തരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതില്ലാത്തത്? വകുപ്പ് 8 വെളിപ്പെടുത്തേണ്ടാത്ത വിവരങ്ങളുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗികാതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 5 വർഷം. അടുത്ത ചോദ്യം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വകുപ്പ് 34 പ്രകാരം 1 കോടി രൂപ വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടത് എവിടെ?
ഉത്തരം ഓപ്ഷൻ സി ജില്ലാ കമ്മീഷൻ. അടുത്ത ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക? ഉത്തരം ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്. അടുത്ത ചോദ്യം, പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏതൊരാളെയും നമുക്ക് ശിക്ഷിക്കാനായി കഴിയും. അടുത്ത ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മജൻ. ഇതെല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചു പോയ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തിയാണ് ജസ്റ്റിസ് BR ഗവായ്. അവരുടെ ആ നമ്പർ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, 2025 ജൂലൈ 8 ചൊവ്വാഴ്ചയാണെങ്കിൽ 95 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം ആയിരിക്കും? ഇനി നമുക്കിതിലെ മാത്സിലെ ചോദ്യങ്ങളാണ്, നേരിട്ട് പറഞ്ഞു പോകാം. 71A ശനിയാണ് ഉത്തരം. അടുത്ത ചോദ്യം, 72ാമത്തെ ചോദ്യം, ഒരു ശ്രേണിയിലെ അടുത്ത പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1330. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ കുട്ടികളെ വരിയായി നിർത്തിയിരിക്കുന്നു. വരിയിൽ ആകെ 50 കുട്ടികളുണ്ട്. അതിൽ അനു മുമ്പിൽ നിന്ന് 10ാമതും മീനു പിന്നിൽ നിന്ന് 34ാമതുമാണ്. അവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 6. അടുത്ത ചോദ്യം, ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്തു തീർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ എങ്കിൽ എ തനിച്ചു ആ ജോലി ചെയ്തു തീർക്കുന്നതിന് എത്ര ദിവസം വേണ്ടിവരും? ഉത്തരം ഓപ്ഷൻ എ 40. അടുത്ത ചോദ്യം, 75ാമത്തെ ചോദ്യമാണ്. ഒരു സമചതുരത്തിന്റെ വികരണം വശമായി വരയ്ക്കുന്ന സമചതുരത്തിന്റെ വിസ്തീർണം 1352 ചതുരശ്ര മീറ്റർ ആണ്. ആയാൽ ആദ്യ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 26. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ ഒരു ബുക്ക് സൗജന്യമായി ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഉത്തരം ഓപ്ഷൻ എ 25%. അടുത്ത ചോദ്യം, 78ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി 3. 79ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ്, 5�6. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 12:45. അടുത്തത് ഇനി ഇപ്പോൾ 10 മാത്സ് ചോദ്യങ്ങൾക്ക് ശേഷം വരുന്നത് 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഇത് എല്ലാം വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ്, കൃത്യമായി നോക്കും. അടുത്ത ചോദ്യം, 81. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർ ഇൻ ദേ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. Pupil will support us. ഉത്തരം ഓപ്ഷൻ ബി, we will be supported by the pupil. അടുത്ത ചോദ്യം, if she had taken a car, she dashed the station in time. ഉത്തരം ഓപ്ഷൻ എ, she would have reached the station in time. അടുത്ത ചോദ്യം, choose the correct antonym of the word rigid. ഉത്തരം ഓപ്ഷൻ ബി, flexible. അടുത്ത ചോദ്യം, choose the correct phrasal verb to complete the sentence. phrasal verb-ൽ നിന്നുള്ള ചോദ്യമാണ്. My sister tries to set aside. ഉത്തരം ഓപ്ഷൻ സി ആണ്, set aside some money every month. അടുത്ത ചോദ്യം, choose the correct synonym of the word frivolous. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, silly. അടുത്ത ചോദ്യം, the masculine gender of which. ഉത്തരം ഓപ്ഷൻ ബി, വിസാർഡ്. വിസാർഡിൻ്റെ മെസ്കുലൈൻ ജെൻഡറാണ് വിച്ച്. വിസാർഡ്, വിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ ടേക്കിംഗ് എ ലോട്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലൊക്കേഷ്യസ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഉത്തരം ഓപ്ഷൻ എ ആണ്,
He searched for the ring everywhere. അടുത്ത ചോദ്യം, choose the correct tense form of the verb given in brackets. One school team won the cricket match last year. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്തത് മലയാളത്തിലെ 10 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, സ്വാധീനം എന്ന പദം പിരിച്ച് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വ പ്ലസ് അധീനം, സ്വാധീനം. അടുത്ത ചോദ്യം, തരുണൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തരുണി. അടുത്ത ചോദ്യം, തത്തയുടെ പര്യായ പദം അല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പരഭൃതം. അത് കുയിലിന്റെ പര്യായമാണ്. തത്തയുടെ പര്യായങ്ങളായ കീരം, ശുകം, ശാരിക ഇതെല്ലാം നമ്മൾ തത്തയുടെ പര്യായങ്ങളായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഐഹികം എന്നതിന്റെ വിപരീത പദം ഏത്? ഐഹികം, പാരത്രികം. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, അതി പ്ലസ് ആപത്ത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, അത്യാപത്ത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ ബി, നടികൾ. 97ാമത്തെ ചോദ്യം, ഹർഷത്തോടുകൂടി ഒറ്റപ്പദം. സഹർഷം. 97 സി. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശമായ കേരളത്തിലെ കലാരൂപമാണ് മോഹിനിയാട്ടം. അടുത്ത ചോദ്യം, 99 ബി. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അനുകൂലമാവുക. അപ്പോൾ 99 ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം സി, അനാസ്ഥ. അനാസ്ഥ എന്നുള്ളതാണ് ഇതിൽ ശരിയായ പദം. ഇത്രയുമാണ് ഇന്നത്തെ അറ്റൻഡർ പരീക്ഷയിലെ ചോദ്യങ്ങൾ. നമുക്കറിയാം ഇംഗ്ലീഷ്, മാത്സ്, മലയാളമൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ, GK, സയൻസ് എല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡോട് കൂടി വന്ന ചോദ്യങ്ങളാണ്. അതിൽ ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചവർക്ക് മാത്രം ലഭിക്കുന്നത്, എങ്കിലും വളരെ സ്റ്റാൻഡേർഡോടുകൂടി നല്ല നിലവാരം പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കിനി അങ്ങോട്ടുള്ള 10th ലെവൽ പരീക്ഷകൾക്ക് പഠിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതിലെ വേക്കൻസിക്ക് അനുസരിച്ച് ചിലപ്പോൾ മിക്കവാറും ഒരു 70. അത് പരീക്ഷ എഴുതിയവരാണ് അത് കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബാക്കിയുള്ള പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ വെച്ച് പഠിക്കാനായി ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലെന്തെങ്കിലും തെറ്റ്, നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയ വീഡിയോ ആണ്, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ അത് തിരുത്തി പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.